വാപ്പിച്ച് എവിടെ, അതുപോലെ തന്നെ എനിക്ക് വേറെ സിബ്ലിങ്സ് ആരും ഇല്ലേ എന്നുള്ളത്, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എന്റെ പേര് നൂറ എന്നല്ല കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടന്റ് നിങ്ങൾ തമ്മിലും ക്യാപ്ഷനിലും കണ്ട അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ ഒരുപാട് പേര് നമ്മളെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ കേട്ടോ. നമ്മളുടെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മുടെ സ്ഥലം എവിടെയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളുടെ ഫാമിലിയും എല്ലാം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടില്ല. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ചാനലിന്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ അറിയാവുന്നവർ തന്നെയാണ്. ലൈക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നെയ്ബേഴ്സ് ആയാലും. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചാനൽ എനിക്ക് തോന്നുന്നു 12,900+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 13K ഇങ്ങനെ ലോഡിങ്ങിലാണ്. അപ്പൊ നമ്മളെ നേരിട്ടറിയാത്ത ഒരുപാട് പേര് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മളെ പറ്റി അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ ഓർത്തു, എന്തായാലും ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈം എന്ന് മനസ്സിലായിട്ടോ. അപ്പോ നമ്മളെ പറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ആ കമന്റ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്നുള്ളവരെല്ലാവരും കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോസിലേക്ക് ആയിട്ട് അതെല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയാലോ, ലൈഫ് മേറ്റ്സ് ബൈ അജ്മല നൂറ. അപ്പൊ അതിൽ അജ്മല എന്റെ ഹസ്ബൻഡ് ആണ്. ആളിപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ നൂറയാണ് ഞാൻ. ആക്ച്വലി എന്റെ പേര് നൂറ എന്നല്ല കേട്ടോ, നൂർജഹാൻ ആണ്. ആഫ്റ്റർ മാരേജ് ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന പേരാണ് നൂറ എന്നുള്ളത്. എന്റെ പേരിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ, ഒരു ഹിസ്റ്റോറിക്കൽ നെയിം ഒക്കെ ആണല്ലോ. പിന്നെ 10-28 വർഷമായിട്ട് നമ്മൾ ഇത് കേട്ട് കേട്ട് യൂസ്ഡ് ആയി. അപ്പോ ആഫ്റ്റർ മാരേജ് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ട്രെൻഡ് ആണല്ലോ, നമ്മുടെ പേരിന്റെ കൂടെ ഹസ്ബൻഡിന്റെ പേരും കൂടിയും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ നൂർജഹാൻ അജ്മൽ ഇടുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അത് ഷോർട്ടാക്കി നൂറ അജ്മൽ എന്നാക്കി. നൂറ എന്നത് എനിക്ക് കിട്ടി നമ്മുടെ മമത മോഹൻദാസിന്റെ ഒരു മൂവിയില്ലേ, ടു നൂറ വിത്ത് ലവ്, അതിന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേരിന്റെ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഞങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്. നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയില് ആലുവ ടു വരാപ്പുഴ റൂട്ടില്, ആലങ്ങാട് റൂട്ടില് കരിങ്ങാന്തുരുത്ത് എന്ന് പറയും ഇക്കാക്കാന്റെ വീട് വരുന്നത്. എന്റെ സ്വന്തം വീട് ആലുവ ടു വരാപ്പുഴ റൂട്ടില് പാനായിക്കുളം റൂട്ടില്, പാനായിക്കുളം അവിടെയാണ്. പാനായിക്കുളത്ത് ആക്ച്വലി കാരിപ്പുഴ എന്ന് പറയും. ഈ ഒരു സ്ഥലത്താണ് നമ്മളുടെ എന്റെ വീട് വരുന്നത്. നമ്മുടെ രണ്ടുപേരുടെ വീടിന്റെ ജില്ല, താലൂക്ക്, പഞ്ചായത്ത് എല്ലാം സെയിം ആണ്. ആകെ എനിക്കൊന്ന് വാർഡ് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. അപ്പൊ വാർഡ് മാത്രമാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. നിങ്ങൾ മിക്കവാറും ഞാൻ വീട്ടിൽ പോകുന്ന വീഡിയോസ് അടുപ്പിച്ചൊക്കെ കാണാറുണ്ട്. അത് ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഞങ്ങളുടെ രണ്ടുപേരെയും വീടുകൾ തമ്മിൽ. അതൊക്കെ കൊണ്ടാണ്. പിന്നെ നമുക്ക് ഫാമിലിയിലേക്ക് വരാം. അപ്പൊ ആദ്യം ഞാൻ ഇക്കാന്റെ ഫാമിലിനെ പറ്റി പറയാം കേട്ടോ. ഇക്കാന്റെ ഫാമിലിയിൽ വാപ്പിച്ചി ഉമ്മിച്ചി ഇവര് 2 ആൺമക്കളാണ്. അതിൽ രണ്ടാമത്തെ ആളാണ് എന്റെ ഹസ്ബൻഡ്. വാപ്പിച്ചിയുടെ പേര് അസീസ്. ആളൊരു കമ്പനി ജോലിയായിരുന്നു കേട്ടോ. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് നമ്മുടെ വീടിന്റെ അവിടെ തന്നെ ഒരു ഓട്ടോ ടാക്സി ഓടിക്കുകയാണ്. പിന്നെ ഉമ്മിച്ചിയുടെ പേര് സുലേഖ എന്നാണ്. ഉമ്മിച്ചി ആണ് ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത്. പക്ഷെ ഉമ്മിച്ചിക്ക് മാത്രം വരുമാനമില്ല, ഹൗസ് വൈഫ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കാര്യം അറിയാലോ, ഞാൻ ഇക്കാന്റെ പേര് അജ്മൽ. ഇക്കാക്ക് ബിസിനസ് ആണ്. നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് 2 മക്കളാണ്, ഹയാസ് അമാനും ഹംനാസയെ. ഹയാസ് നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട്, ആലങ്ങാട് ജമാഅത്ത് സ്കൂളില് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹംനാനെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, 1.5 വയസ്സായിട്ടുള്ളൂ. ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് നമ്മളെ ഇഷ്ടമാണ്, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇക്കാന്റെ ബ്രദർ, ആള് ഓട്ടോമേഷൻ ഫീൽഡാണ്, പാലാരിവട്ടത്താണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അതും സോഫ്റ്റ്വെയർ അങ്ങനെ എന്തോ ഒരു ഫീൽഡാണ്. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് വലിയ പിടുത്തില്ല. പിന്നെ അവർക്ക് 2 മക്കളാണ്. മൂത്താള് ഫാത്തിമ ജഹ്ന, ആളിപ്പോ 3ാം ക്ലാസ്സിലേക്കായി. രണ്ടാമത്തെ ആള് ഹെസ മറിയം. ഇളയ ആൾക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അവരുടെ വീട് പണിയാണ് നമ്മളുടെ വീടിന്റെ ബാക്കിൽ തന്നെ നടക്കുന്നുണ്ട്. അതും ഞാൻ വീഡിയോസിലൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇക്കാക്കാന്റെ ഫാമിലി. പിന്നെ എന്റെ ഫാമിലിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് കൂടുതലും വരുന്നതാണ് വാപ്പിച്ച് എവിടെ, അതുപോലെ തന്നെ എനിക്ക് വേറെ സിബ്ലിങ്സ് ആരും ഇല്ലേ എന്നുള്ളത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബ്ലിങ്സ് ആരും ഇല്ല, ഞാൻ ഒറ്റ മോളാണ്.
വാപ്പിച്ചി എനിക്ക് 2 വയസ്സായപ്പോൾ ഞങ്ങൾ വിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഉമ്മച്ചി ഒരു സിംഗിൾ പാരന്റ് ആണ്. ഞാൻ ഉമ്മച്ചി മാത്രമുള്ള ഒരു ലൈഫായിരുന്നു. 2018 ഞങ്ങളുടെ കൂടെ ഇക്കാക്ക ജോയിൻ ചെയ്തു, 2019 ഹയാസ് ജോയിൻ ചെയ്തു, 2023 ഹംന ജോയിൻ ചെയ്തു. ഇപ്പൊ ഞങ്ങള് 5 പേരുള്ള ഫാമിലിയാണ് എന്റേത്. പിന്നെ എന്റെ ഉമ്മച്ചി വർക്ക് ചെയ്യുന്നുണ്ട് ആലുവയിൽ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതും ഞാൻ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അവിടെ പോണ സമയത്ത് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാലേ അതും എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ ഉള്ളതാണ് നിങ്ങൾ യൂട്യൂബിലുള്ള എന്റെ ഫാമിലി. ഇപ്പൊ അതും എന്റെ ഒരു ബിഗ് ഫാമിലി ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ കൊണ്ട് തന്നെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. എല്ലാവരും ക്യാമറയ്ക്ക് ഓക്കെ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ റാൻഡംലി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടാവും വീട്ടിൽ. അപ്പൊ അങ്ങനെ എടുത്ത് ഇടാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണ്. എനിക്ക് തോന്നുന്നു 2021 നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ മിക്കവാറും മെയിൻലി ഉള്ള കാര്യങ്ങളാണ് ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഡെയിലി ഉള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിശേഷങ്ങളായിട്ട്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഫാമിലി കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോസിൽ അതൊക്കെയായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. പിന്നെന്താ, നമ്മുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്കൊന്നു ലോങ് വീഡിയോസിന് കമന്റ്സ് ലൈക്സ് വളരെ കുറവാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇനി താല്പര്യം ഇല്ലാണ്ടാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോസ് വേണം എന്നുള്ളതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്താം. പിന്നെന്താ, ഞാനിപ്പോൾ ഇവിടെ ഒരു പാടത്ത് വീഡിയോ എടുക്കാൻ വന്നേക്കാണ്. ഇവിടെ 2 പിള്ളേര് വന്ന് നോക്കി നിൽപ്പുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കണ്ടപ്പോൾ യൂട്യൂബേഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.